മൂഫി നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്. അതായത് ഈ കൂടെ വി ട്രിപ്പ് കാട്ടാളൻ എന്ന് പറഞ്ഞ കുറേ ഗ്രൂപ്പുകൾ ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോയിട്ട് എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടാവും? മുസ്ലിനോട് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുന്നത് നമ്മളെ കഫേ കിൻസോക്കി എന്ന് പറഞ്ഞിട്ട് മുസ്ലിം കേട്ടിട്ടുണ്ട്. ഒരു കഫേ കേട്ടിട്ടുണ്ട്, കോട്ടയ്ക്കൽ ഒരു കഫേ. അത് 4 സ്ട്രേഞ്ചേഴ്സ് കൂടി തുടങ്ങിയ ഒരു കഫേ ആയിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ ഒരു ക്യാമ്പ് എന്ന് വന്നൊരു ആശയമാണ്. അപ്പോൾ അത് ആളുകൾക്ക് വൈബ് കണ്ടെത്തുന്നവരുണ്ടാവും, റിഫ്രഷ്മെന്റ് കണ്ടെത്തുന്നവരുണ്ട്. പക്ഷേ ഒരുപാട് ആളുകളെ പ്രയാസങ്ങളെല്ലാം ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമാണ് ക്യാമ്പ്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ സ്ട്രേഞ്ചറോട് തുറന്നു പറയാം. എന്ത് മനോഹരമായിരിക്കും അത് കേൾക്കുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ കഥകൾ മോസിന് എന്നെ എത്രയോ ഡീപ്പായിട്ട് പരിചയമില്ലെങ്കിൽ ഞാൻ എൻ്റെ ഓരോ എക്സ്പീരിയൻസുകൾ എൻ്റെ ജീവിതത്തിൽ നടന്നു പോയ നല്ലതായതും ചീത്തതായ കാര്യങ്ങൾ മോസിന് പറഞ്ഞിരുമ്പോൾ മോസിനത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പുതിയ അനുഭവമായിരിക്കും. അതേപോലെ തന്നെ മോസിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ എനിക്കും അത് ഒരു സ്പെഷ്യലായിരിക്കും. അങ്ങനെ ഒരുപാട് മെമ്മറീസ് നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് ക്യാമ്പ്. ഇതൊക്കെ നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ അവരോടൊന്നും പറയാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പറയുന്നത്. അങ്ങനെയല്ല, അത് ഇപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിനോട് നമ്മൾ ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതിലുപരി നമ്മൾ എന്തായാലും ചെറിയ കാര്യങ്ങളൊക്കെ ഐഡിയ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് തുറന്ന് പറയാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ക്യാമ്പ് എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പക്ഷെ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ തുറന്ന് പറയുന്നത് കാരണം നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ആണ്. പുതിയൊരു വ്യക്തിയോട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നു, ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് മെമ്മറീസ് നമ്മളതിൽ കണ്ടു. ഇപ്പോൾ ഈയിടെയായിട്ട് കൂടെയുടെ ഒരു റീല് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായി കണ്ടു. ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ആദ്യം അവരൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ കുട്ടിയുടെ കണ്ണീര് വരുന്നത്. അപ്പോൾ അത് സന്തോഷം കൊണ്ട് വരുന്നതാണ്. അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ അത്ര ഹാപ്പി ആയിട്ട് വെച്ചാൽ പുതിയ ഒരു അത്രയും കാലം പരിചയമില്ലാത്ത ആളുകൾ സ്വന്തമായിട്ട് കാണുമ്പോൾ അത്രയും സ്പെഷ്യലായിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഹാപ്പിനെസ് എന്ന് വരുന്നതാണത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവങ്ങൾ തീർച്ചയായിട്ടും കിട്ടും. കാരണം പല പല വ്യക്തികളായിരിക്കും ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് പറയും 14 ജില്ലകളിൽ നിന്ന് 14 പേര് വന്നു കഴിഞ്ഞാൽ 14 വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകളായിട്ട് പോയി മിങ്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയായിരിക്കും.